ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനുസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂർക്ക ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം നമുക്കൊരു 15-20 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാക്കിലെങ്ങാൻ കെട്ടിയിട്ട് നല്ല റഫായിട്ടുള്ളൊരു സ്ഥലത്തോ അല്ലെങ്കിൽ അലക്കുകല്ലിലൊക്കെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊരു 4-5 പ്രാവശ്യം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ അതിൽ നിന്ന് മാറും. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കതിനുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഇല്ലാത്തത് കാരണം ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് ഒന്നും കൂടി ഒന്ന് കഴുകി കൊടുക്കുക. അതിനുശേഷം നമ്മളത് 4ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 4ആയിട്ട്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാനത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളിത് കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കൂർക്കപ്പേരി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാനതെല്ലാതും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് വെള്ളമാണ്. വളരെ കുറച്ച് മതി. നമ്മൾ കുക്കറിലായത് കാരണം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അത്രയും മതി കേട്ടോ. അത്രയും ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ 2 വിസിലായി കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായിരിക്കും ഇതിന് ഏറ്റവും ടേസ്റ്റ്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ ഞാൻ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും ഇങ്ങനെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ആവശ്യമുള്ളത്. വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതേ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മൾ 2 പച്ചമുളക് ഓൾറെഡി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു കാന്താരി മുളക് ഉണ്ടായിരുന്നു, അതും ഒരു 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ വഴന്ന് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂർക്ക ഉപ്പേരി ഉണ്ടായി കഴിഞ്ഞാൽ അത് മാത്രം മതി നമുക്ക് ചോറുന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ അതിന് നല്ലൊരു കോമ്പിനേഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്ക ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ അത് ഒരു കളറിന് വേണ്ടിയിട്ടും അത് കുറച്ച് എരിവ് കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കല്ലേ, അതിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. 2 വിസിലോട് കൂടി നമ്മൾ കൂർക്ക ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കൂർക്കപ്പേരി നമുക്കിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കണം കേട്ടോ. 2 മിനിറ്റ് മാത്രം മതി. ഒന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സായി വരാനുള്ള ഒരു സമയം. ഒന്ന് 2 മിനിറ്റ് അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മുളക് പൊടിയുടെ കളറ് നമ്മുടെ കൂർക്കയുടെ എല്ലാ വശത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കുള്ള എപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ്, ഒരു കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് എന്ത് ഉപ്പേരിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു കോമ്പിനേഷൻ്റെ ഒരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നല്ല ചാള മുളകിട്ടത്. തേങ്ങ അരച്ച് വെച്ചിട്ടല്ല, നല്ല ചാള മുളകിട്ടതും അതുപോലെ തന്നെ ഒരു ചാള ഫ്രൈ, നല്ല കൂർക്ക ഉപ്പേരി, പിന്നെ നമുക്കൊരു പപ്പടം വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കോമ്പിനേഷനിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അത്. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ കൂർക്ക ഉപ്പേരി ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഈ ഒരു കോമ്പിനേഷനിൽ ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ഫ്രം ബാനുസ് വേൾഡ്.